വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയ കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. DCC പ്രസിഡന്റ് ND അപ്പച്ചനും കേസിൽ പ്രതിയാണ്. ഗോപിനാഥ് എന്ന കോൺഗ്രസ് നേതാവും ഈ കേസിലെ പ്രതിയാണ്. ഇതോടെ NM വിജയന്റെ ആത്മഹത്യാ കേസിന് പുതിയ മാനം നൽകുകയാണ്. അതിവേഗ നീക്കങ്ങളിലൂടെ MLA അടക്കം അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. സഹകരണ ബാങ്കിലെ അഴിമതിയിൽ വിജിലൻസ് കേസും എടുക്കും. വിജയന്റെ ബന്ധുക്കളുടെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. കോൺഗ്രസ് നേതാവിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ അതിവേഗ നീക്കം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ CPM നേതാവ് PP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു. അതേ സാഹചര്യം വിജയന്റെ ആത്മഹത്യയിലും നിലനിൽക്കുന്നുവെന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. കോൺഗ്രസിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനും CPM ഈ വിഷയം രാഷ്ട്രീയ ആയുധമാക്കുന്നതാണ്. KPCC അധ്യക്ഷൻ K സുധാകരനിലേക്കും അന്വേഷണം നീളുന്നതാണ്. NM വിജയൻ എഴുതിയ ആത്മഹത്യാക്കുറിപ്പുകൾ പുറത്തു വന്നിരുന്നു. കുടുംബത്തിനും KPCC അധ്യക്ഷനുമായി എഴുതിയ കത്തുകളായിരുന്നു പുറത്തു വന്നത്. 4 മരണക്കുറിപ്പുകളാണ് NM വിജയൻ തയ്യാറാക്കിയത്. KPCC പ്രസിഡന്റിനും മൂത്ത മകനും പ്രത്യേകം കത്തുകളുണ്ട്. ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യത ഏറ്റുപറഞ്ഞും മകനോട് മാപ്പു പറഞ്ഞുമായിരുന്നു കത്തുകൾ. കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ KPCC അധ്യക്ഷൻ എഴുതിയ കത്തിലുണ്ട്. ഈ കത്തുകളാണ് ആത്മഹത്യാ പ്രേരണ കേസിന് ആധാരമായിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രശ്നം ഒത്തുതീർപ്പിലാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു വരുന്നുണ്ട്. എന്നാൽ അതൊന്നും തന്നെ ഫലം കണ്ടില്ല. കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നു NM വിജയനെന്ന് തെളിയിക്കുന്ന ആത്മഹത്യാക്കുറിപ്പുകളാണ് കുടുംബം പുറത്തുവിട്ടത്. അരനൂറ്റാണ്ടുകാലം പാർട്ടിക്ക് വേണ്ടി ജീവിതം തുലച്ചു. മരണത്തിന് ശേഷം പാർട്ടി തലത്തിൽ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ എഴുതിവെച്ച 4 കത്തും പുറത്തുവിടുമെന്നും കുടുംബത്തിനുള്ള കത്തിൽ പറയുന്നുണ്ട്. അർബൻ ബാങ്കിലെ കടബാധ്യത പാർട്ടി ഏറ്റെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ എല്ലാ കത്തുകളും വിവരങ്ങളും പരസ്യമാക്കണം. മൃതദേഹം ശ്മശാനത്തിൽ അടക്കം ചെയ്യണമെന്നും കത്തിലുണ്ട്. ഈ കത്ത് പുറത്തു വന്നതോടെ മറ്റു കത്തുകളും പുറത്തു വന്നു. കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ എഴുതിയ 2 കത്തുകളിലുള്ളത്. പണം വാങ്ങിയത് നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് NM വിജയൻ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ബാങ്ക് നിയമനത്തിനായി പണം വാങ്ങാൻ നിർദ്ദേശിച്ചത് കോൺഗ്രസ് MLA ആണെന്നും പ്രശ്നം വന്നപ്പോൾ നേതൃത്വം കൈയൊഴിഞ്ഞുവെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തു പറ്റിയാലും ഉത്തരവാദിത്വം പാർട്ടിക്കാണ്. KPCC പ്രസിഡന്റ് K സുധാകരൻ എഴുതിയ സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ചുള്ള കത്തിൽ IC ബാലകൃഷ്ണനും ND അപ്പച്ചനും പണം വാങ്ങിയെന്ന് പരാമർശമുണ്ട്. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും മരിക്കേണ്ടി വരുമെന്നും KPCC നേതൃത്വത്തിന് എഴുതിയ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. അർബൻ ബാങ്ക് നിയമനത്തിന് NM വിജയൻ വഴി നിരവധി പേരിൽ നിന്ന് പണം വാങ്ങിയെന്നും ഇതിന് IC ബാലകൃഷ്ണന് പങ്കുണ്ടെന്നുമാണ് ആരോപണം. 2 ബാങ്കുകളിലായി 1 കോടി രൂപയുടെ ബാധ്യത വിജയനുണ്ടെന്ന് ബത്തേരി DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു. നിയമനത്തിനായി നടത്തിയ ഇടപാടിലൂടെ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയാണ് വിജയന്റെ ആത്മഹത്യയ്ക്ക് കാരണമായതെന്നും ആരോപണമുയർന്നിരുന്നു. ബാങ്ക് നിയമനത്തിന് NM വിജയൻ വഴി നിരവധി പേരിൽ നിന്ന് പണം വാങ്ങിയെന്നും ഇതിന് IC ബാലകൃഷ്ണന് പങ്കുണ്ടെന്നുമാണ് ആരോപിച്ചിരിക്കുന്നത്. DCC വയനാട് ട്രഷറർ NM വിജയൻ ആത്മഹത്യയ്ക്ക് മുൻപെഴുതിയ മരണക്കുറിപ്പ് KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും താനാണ് എത്തിച്ചു നൽകിയതെന്ന് മകൻ വിജേഷ് പ്രതികരിച്ചിരുന്നു. എറണാകുളത്തെത്തിയാണ് പ്രതിപക്ഷ നേതാവിന് കത്ത് കൈമാറിയത്. 2-ാം തീയതി കണ്ണൂരിൽ പോയി സുധാകരനും കത്ത് നൽകി. തനിക്കെഴുതിയ കുറിപ്പിലെ നിർദ്ദേശപ്രകാരമാണ് കത്ത് കൊണ്ടുപോയി കൊടുത്തത്. മരണക്കുറിപ്പ് നൽകിയിട്ടും നേതാക്കൾ ഇടപെട്ടില്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിക്കും പത്രങ്ങൾക്കും നൽകുമെന്നും കുറിപ്പിൽ പറഞ്ഞിരുന്നു. അച്ഛന്റെ ജീവിതം മുഴുവൻ കോൺഗ്രസിനു വേണ്ടിയായിരുന്നു. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് വലിയ കടബാധ്യതയായി. ഒന്നും ഞങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നില്ല. മരണക്കുറിപ്പ് വായിച്ചപ്പോഴാണ് ഇത്ര വലിയ ബാധ്യതയും മാനസിക സംഘർഷവും ഉണ്ടായിരുന്നതായി മനസ്സിലാക്കിയത്. എന്നിട്ടും ആശ്വസിപ്പിക്കാൻ പോലും നേതാക്കൾ വന്നില്ല എന്ന് വിജേഷ് പറഞ്ഞു. നേതാക്കളുടെ ഇടപെടൽ ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കത്ത് പുറത്തുവിട്ടത്. പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനുമുള്ള മരണക്കുറിപ്പിലും പോലീസിന് കത്ത് കൈമാറാൻ ഇടയാക്കരുതെന്ന അപേക്ഷയുണ്ടായിരുന്നു. വിജയനും മകനും മരിച്ചിട്ടും കോൺഗ്രസ് നേതാക്കൾ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും വീട് സന്ദർശിക്കാൻ പോലും തയ്യാറായില്ല എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു. സംസ്കാരത്തിനും പ്രധാന നേതാക്കൾ എത്തിയിരുന്നില്ല. മണ്ഡലത്തിലെ MP ആയ പ്രിയങ്കയും മുൻ MP രാഹുലും മരണത്തിൽ അനുശോചിച്ചതുപോലുമില്ല. ഇവരിൽ വലിയ പ്രതീക്ഷയായിരുന്നു വിജയനുണ്ടായിരുന്നത്.
ഇരുവർക്കും മരണക്കുറിപ്പും എഴുതി വെച്ചിരുന്നുവെന്നാണ് സൂചനകൾ.